നമസ്കാരം. മൂവാറ്റുപുഴ പിഴയ്ക്കാപ്പള്ളിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് അമ്മയും മകനും വിഷം കഴിച്ച് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കി. പിഴയ്ക്കാപ്പള്ളി ഐരുമല കല്ലുവെട്ടിക്കുഴിയിൽ മുഹമ്മദിന്റെ ഭാര്യ 48-കാരിയായ ബീവി, മകൻ 26-കാരനായ അംജിത്ത് എന്നിവരാണ് ചികിത്സയിലെത്തി മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെയാണ് ഇരുവരും വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ മുൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ജനാലയിലൂടെ വീട്ടുകാർ അവശനിലയിലാണെന്ന് കണ്ട അയൽവാസികൾ ബഹളം വെച്ചതോടെയാണ് വിവരം പുറംലോകം അറിഞ്ഞത്. തുടർന്ന് ബന്ധുക്കളെത്തി വാതിൽ ബലമായി തുറന്ന് ഇരുവരെയും ഉടൻ തന്നെ പിഴയ്ക്കാപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കൊലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ വിഷക്കുപ്പികളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെ 7 മണിയോടെ മകൻ അംജിത്തും ഉച്ചയ്ക്ക് 12 മണിയോടെ ഉമ്മ ബീവിയും മരണത്തിന് കീഴടങ്ങിയായിരുന്നു. സംഭവത്തിൽ മൂവാറ്റുപുഴ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി. കുടുംബ വഴക്കിനെ തുടർന്ന് കടുത്ത മനോവിഷമത്തിലായിരുന്ന ഇരുവരും എടുത്ത ഈ കടും കൈ നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. മരണത്തിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിൽ ആ വീട്ടിൽ നടന്നത് എന്താണ്? ഐരുമല കല്ലുവെട്ടിക്കുഴിയിൽ മുഹമ്മദിന്റെ ഭാര്യ ബീവിയും മകൻ അംജിത്തുമാണ് ഇപ്പോൾ മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെ ഇരുവരെയും അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇരുവരെയും ആ വീടിൽ നിന്ന് പുറത്തേക്ക് കാണാതായതിനെ തുടർന്നാണ് അയൽവാസികൾ പരിശോധന നടത്തിയത്. പിന്നാലെ കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും. വാതിലുകൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഈ ജനലിലൂടെ നോക്കിയ അയൽവാസികൾ ഇരുവരും അവശരായി കിടക്കുന്നത് കണ്ട് ബഹളം വയ്ക്കുകയും തുടർന്ന് ബന്ധുക്കളെത്തി വാതിൽ തകർത്ത് അകത്തു കയറുകയുമായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഇരുവരുടെ നില അതീവ ഗുരുതരമായിരുന്നു. കൊലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ഞായറാഴ്ച രാവിലെ 7 മണിയോടെ അംജിത്തും ഉച്ചയോടെ ബീവിയും ലോകത്തോട് വിട പറയുകയായിരുന്നു. മൂവാറ്റുപുഴ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ വിഷക്കുപ്പികളാണ് കണ്ടെത്തിയത്. കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ എന്നതുകൊണ്ട് തന്നെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ കടുത്ത മാനസിക സമ്മർദ്ദമാണെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. കുടുംബത്തിനകത്തെ തന്നെ തർക്കമാണ് ഇത്തരമൊരു കടുംകൈയിലേക്ക് ഇവരെ നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകാരികമായ രംഗങ്ങൾക്കായിരുന്നു പിഴയ്ക്കാപ്പള്ളി സാക്ഷ്യം വഹിച്ചത്. ഒരു കുടുംബത്തിലെ 2 ജീവനുകൾ പൊലിഞ്ഞത് നാടിന് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. സംഭവത്തിൽ പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. നിസ്സാരമെന്ന് കരുതുന്ന കുടുംബ വഴക്കുകളും മാനസിക വിഷമങ്ങളും എത്രത്തോളം വലിയ ദുരന്തങ്ങളിലേക്കാണ് ഒരു കുടുംബത്തെ നയിക്കുന്നത് എന്നതിന്റെ ദാരുണമായ ഉദാഹരണമായി മാറുകയാണ് പിഴയ്ക്കാപ്പള്ളിയിലെ ഈ സംഭവം. സന്തോഷത്തോടെ കഴിയേണ്ടിയിരുന്ന ഒരു വീട് ഇന്ന് നിശബ്ദമാണ്. മകന്റെയും ഉമ്മയുടെയും വിയോഗം ഈ നാട്ടുകാർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധിക്കുന്നു. ആ ഗ്രാമത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് ഇരുവരുടെയും വിയോഗ വാർത്ത പുറത്തുവന്നത്. അയൽവാസികളുമായും നാട്ടുകാരുമായും ഒക്കെ നല്ല ബന്ധം പുലർത്തിയിരുന്ന അംജിത്തിന്റെയും ബീവിയുടെയും മരണം ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയായിരുന്നു. വിഷം ഉള്ളിൽ ചെന്നതാണോ അതോ രക്തം വാർന്നതാണോ മരണത്തിന് പ്രാഥമിക കാരണമെന്ന് വ്യക്തമാക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്കായി പോലീസ് കാത്തിരിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിനും കേസെടുത്ത മൂവാറ്റുപുഴ പോലീസ് വീട്ടിൽ നിന്നും കണ്ടെടുത്ത തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു.